പശ്ചിമേഷ്യയിലെ സംഘർഷ വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കണ്ടത് ഈ ആക്രമണം നടക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുമ്പോൾ അവരുടെ സൈനിക ശേഷിയേക്കാൾ ഉപരി സാമ്പത്തിക രംഗത്ത് പ്രഹരമേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നിരന്തരം കണ്ടതാണ്. അതായത് രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക ശേഷി, സാമ്പത്തിക രംഗത്ത് പ്രഹരമേൽപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന വഴി അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ നടക്കുന്ന വ്യാപകമായ ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായ ചില അപ്ഡേറ്റുകൾ വരുന്നത് ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇനി ആക്രമണം നടത്തില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. യുഎസ് പ്രസിഡന്റ് ട്രംപിന് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയെന്നും നെതന്യാഹു. അതേസമയം ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ അമേരിക്കയുമായി ചേർന്ന പദ്ധതിക്ക് രൂപം നൽകിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രി സൂചന നൽകി. ബ്രിട്ടൻ ഉൾപ്പെടെ 1/2 ഡസൻ രാജ്യങ്ങളുടെ പിന്തുണയും അമേരിക്കയ്ക്ക് ലഭിച്ചു. ഇസ്രായേലിലെ ഹൈഫ ഓയിൽ റിഫൈനറിക്ക് നേരെയുള്ള ആക്രമണവും യുഎസ് പോർ വിമാനത്തെ വെടിവെച്ചതും താങ്കളുടെ സൈനിക നേട്ടമായി ഇറാൻ വിലയിരുത്തുകയാണ്. ആഗോള വിപണിയിൽ ഊർജ്ജ പ്രതിസന്ധിയും തുടരുകയാണ്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഈദ് മുബാറക്. ആദ്യം തന്നെ ഈദ് ദിവസവും നമുക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വാർത്തകളാണ് നോക്കേണ്ടത് എന്നുള്ളത് കഷ്ടമാണ്. എന്നാലും അതിന്റെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇനി ഉണ്ടാവില്ല ഇറാന്റെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. സ്വാഭാവികമായിട്ടും അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ആ തീരുമാനം നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ തരം പദ്ധതികൾക്കാണ് US ഇസ്രായേലും വിഭാവന ചെയ്യുന്നത് നാസർ? സാഹചര്യത്തിലാണ് ഗൾഫ് മേഖലയിലും ആളുകൾ ഈദാഘോഷത്തിന് ഇപ്പൊ പള്ളിയിലേക്കും മറ്റും പുറപ്പെടുന്നത്. പക്ഷേ നേരത്തെ ഏജൻസി സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധി ഊർജ്ജ മേഖലയിലേക്ക് വലിയ തോതിൽ തന്നെ കടന്നു വന്നിരുന്നു. കാരണം ഇറാനിലെ സൗത്ത് പാർസ് എണ്ണപ്പാടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണത്തെ തുടർന്നാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാനുള്ള ഒരു തീരുമാനം ഇറാൻ കൈക്കൊണ്ടത്. അത് സ്വാഭാവികമായിട്ടും ഖത്തർ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾക്കിടയാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രകൃതിവാതകത്തിന്റെ വിലയിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഇതോടുകൂടിയാണ് അത് തന്നെയാണ് ആഗോള വിപണിയിലെ പ്രതിസന്ധി തന്നെയാണ് വലിയ രൂക്ഷമായി തുടരുകയാണ്. എണ്ണവില ഉയരുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലോകം ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. മാത്രമല്ല സാമ്പത്തിക രംഗത്ത് എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക രംഗത്ത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്ത് എത്രത്തോളം വലിയ പ്രത്യാഘാതം നിലവിലെ സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളത് കാണാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം ഇനിയും ഒരുപാട് ദിവസം ഒരു പക്ഷേ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു പരിണിത ഫലം എല്ലാ രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. അതേസമയം ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷയൊരുക്കാൻ ഫ്രാൻസും ജർമ്മനിയും പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. നാസർ തുടർന്നോളൂ. ജിൽസി, ഏതായാലും എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാനിൽ ഒരു നിലക്കുള്ള ആക്രമണവും തന്റെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനം ഇപ്പോൾ ഇസ്രായേൽ കൈക്കൊണ്ടത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള ചില പദ്ധതികൾ അമേരിക്കയും ചില സഖ്യരാജ്യങ്ങളും ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവ ചേർന്ന് രൂപം നൽകിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറായിട്ടില്ല. പ്രധാനമായിട്ടും ഇപ്പോൾ 2500ഓളം മറീനുകൾ ഈ ആഴ്ചയോടുകൂടി പശ്ചിമേഷ്യയിൽ എത്തിച്ചേരുകയാണ്. അവർ സിംഗപ്പൂരിൽ നിന്ന് ആ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറീനുകൾ വരുന്നതോടുകൂടി പ്രധാനമായിട്ടും ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഹാർഗ് എണ്ണ കേന്ദ്രങ്ങളുടെ അതിന്റെ നിയന്ത്രണം പിടിച്ചടക്കുകയും എന്നിട്ട് ഈ ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ പൂർണ്ണ മേധാവിത്വം കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ലക്ഷ്യമിടുന്നത്. അതിന് 6 വൻശക്തി രാജ്യങ്ങളുടെ പിന്തുണയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത്തരമുള്ള ഏതൊരു നീക്കവും അതിശക്തമായി തന്നെ ചെറുക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയതായിട്ടാണ് ഇറാനും പറയുന്നത്. അപ്പോൾ പ്രതിസന്ധി കുറെ കൂടി ഈ സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും അത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഒരു യുദ്ധത്തിനൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അതിശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ഈ രാവിലെയും ഇറാൻ നഗരങ്ങൾക്ക് നേരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലുടനീളം തെലവീവ്, ഹൈഫ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിലേക്ക് വൻതോതിലുള്ള മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ റെയിൽവേ ശൃംഖലകൾ പലതും തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സംഘർഷം കൂടുതൽ തീക്ഷ്ണമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെടിനിർത്തൽ നീക്കം എന്നത് ഫലത്തിൽ പ്രത്യക്ഷത്തിൽ നടക്കുന്നില്ല എന്ന സങ്കടകരമായിട്ടുള്ള അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ഇറാഖിലും
സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി മാറുകയാണ്. അവിടെയും നിരവധി ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ രാവിലെ വന്നുകൊണ്ടിരിക്കുന്നതും. നാസർ, അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, അതായത് ഈ ഹോർമുസിൽ സുരക്ഷ ഒരുക്കാൻ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ട് നേരത്തെ മടിച്ചു നിന്ന രാജ്യങ്ങളാണ് ട്രംപിന്റെയൊക്കെ ഭീഷണിയെ തുടർന്ന് പിന്നെ മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സംഘർഷ സാഹചര്യത്തിലോ ആക്രമണത്തിലോ പങ്കാളികളാകാൻ താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷേ ഹോർമുസിൽ സുരക്ഷ ഒരുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ കപ്പലുകളെയും ഇറാൻ ആക്രമണങ്ങളെയും അവരും നേരിടേണ്ടി വന്നേക്കും. അങ്ങനെ ഒരു ഈ സംഘർഷത്തിന്റെ ഏതെങ്കിലും തരത്തിലൊരു ഭാഗമാക്കേണ്ടി വന്നേക്കും അവരും എന്നുള്ള സൂചനകളല്ലേ ലഭിക്കുന്നത്? അത്തരമൊരു നീക്കത്തിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങളുടെ വരവ്. ജിൽസി, നേരത്തെ മുതൽ തന്നെ ഈ രാജ്യങ്ങൾ പലതും അമേരിക്കയോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. കാരണം ഈ യുദ്ധം തങ്ങൾ തീരുമാനിച്ചതല്ല, ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇറാൻ നേരത്തെ തന്നെ ഇക്കാര്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇത്തരമൊരു യുദ്ധമുണ്ടായാൽ അതൊരു മേഖലാ യുദ്ധമായി മാറും. മേഖലയിൽ മാത്രമല്ല, അന്തർദേശീയ സമൂഹത്തിലടക്കം അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക രംഗത്ത് വലിയ തോതിലുള്ള അട്ടിമറി ഉണ്ടാകുമെന്നൊക്കെ ഇറാൻ നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ നിഷ്പക്ഷ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് രാജ്യങ്ങളും അതേ വികാരം തന്നെയായിരുന്നു പ്രകടിപ്പിച്ചത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഈ യുദ്ധം മേഖലയിൽ അടിച്ചേൽപ്പിച്ചു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലേക്ക് ഈ പിന്തുണ ഇവർ അറിയിച്ചിരിക്കുന്നത് ഏതെങ്കിലും യുദ്ധക്കപ്പലുകൾ അയച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ സൈനികമായി തന്നെ ഇറാനെതിരായിട്ടുള്ള അമേരിക്കക്കൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ എന്ന കാര്യം വ്യക്തമല്ല. പൂർണ്ണ പിന്തുണ ഇവർ അറിയിച്ചിരിക്കുന്നത് സ്വതന്ത്രമായിട്ട് അതിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന ഒരു സാഹചര്യം വേണമെന്നാണ്. മറ്റൊരു കാര്യം, അമേരിക്ക കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന നടപടി, ഇന്നലെ ഇറാനിയൻ പാർലമെന്റ് ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് പ്രത്യേക ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു കാര്യം പരിഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഒരു ഹോർമുസ് കടലിടുക്ക് ഇറാന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അന്തർദേശീയ തലത്തിലുള്ള വ്യാപാരത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചില പദ്ധതികൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ പ്രയോഗ തലത്തിൽ നിലവിലുള്ള സംഘർഷത്തെ കൂടുതൽ വ്യാപ്തിയിലേക്ക് അത് കൊണ്ടുപോകുമെന്ന ആശങ്കയും ശക്തമാണ്. ജൽസി.